Hi friends, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടിപിയാണ്. പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. ഒരു നല്ല പ്രൊഡക്റ്റ്, ഒരു നല്ല ഹോൾസെയിലർ, ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന നല്ല ഹോൾസെയിലർ, അതുകൂടാതെ ഒരു സിസ്റ്റം. ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവരേക്ക് എത്തിക്കണമെങ്കിലും നമ്മളില്ലാതെ തന്നെ ഈ സിസ്റ്റം ഈ സാധനങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു സിസ്റ്റം വേണം. അത് കഴിഞ്ഞിട്ട് നാലാമത് വേണ്ടത് ഒരു സപ്പോർട്ടാണ്. ഇത്രയും കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പുതുതായിട്ട് തുടങ്ങുന്ന എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവുന്ന ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള ഈ 4 കാര്യങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ഈ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾക്ക് 101% ബെനിഫിറ്റ് ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. ബെസ്റ്റ് പ്രൊഡക്റ്റ്, ബെസ്റ്റ് ഹോൾസെയിൽ, അതേപോലെ തന്നെ ഒരു സിസ്റ്റം, അതേപോലെ തന്നെ നല്ല സബ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താവുന്ന കമ്പനിയുടെ പേര് wholesalerkart എന്നാണ്. ഇതൊരു ആപ്പാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. wholesalerkart എന്നതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റീസെല് ചെയ്യാൻ പാകത്തിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി അവരുടെ കയ്യിലുള്ളത് വളരെ യൂണീക്ക് ആയിട്ടുള്ള ബാഗ്സ് പ്രൊഡക്റ്റുകളാണ്. ബാഗ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ബാഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പൈസ ഇട്ടുവെക്കുന്ന ഒരു ഉപകരണം മാത്രമായിട്ടല്ല മാറിയിട്ടുള്ളത്. ബാഗ്സ് നമ്മുടെ ഓരോ ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ടും ഓരോ ബാഗ്സാണ് ആൾക്കാർ ചൂസ് ചെയ്യുക. ലേഡീസിൽ തന്നെ പല ടൈപ്പിലുള്ള ഷോൾഡർ ബാഗ് തൊട്ടിട്ട് പല ടൈപ്പിലുള്ള ബാഗ്സുകൾ അവൈലബിൾ ആണ്. ഈ ബാഗ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റീസെല് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3999, 4999 ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് നല്ല രീതിയിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് 500, 600, 1000 രൂപയൊക്കെ പെർസെൻറ്റേജ് ഇട്ടിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യം ഞാൻ പറയാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് റീസെല്ലർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടി. ഞാൻ പറഞ്ഞു ബാഗ്സ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞ് നല്ല ഹോൾസെയിലർ കിട്ടി. ഈ പ്രൊഡക്റ്റുകളൊക്കെ ഏറ്റവും വില കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ കാണിച്ചുതരാം എത്ര വില കുറവാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റം. അപ്പോൾ സാധാരണ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മതിയോ? പോരാ, നമ്മൾക്ക് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവതരിപ്പിക്കണമെങ്കിൽ നമുക്കൊരു സിസ്റ്റം വേണം. അതിന് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റലോഗാണ് നിങ്ങൾക്ക് ആവശ്യം. ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് wholesalerkart പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും വെച്ചിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് ഉണ്ടാക്കാം, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതും ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. കസ്റ്റമർ ഏതാണോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് ആ സാധനങ്ങൾ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. സിമ്പിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സിസ്റ്റം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കൺസിഡർ, നിങ്ങളൊരു ബാഗ് സെലക്ട് ചെയ്തു. ഈ ബാഗിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെലക്ട് ചെയ്ത ബാഗ് 899 രൂപ എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഒരു 350 രൂപ എക്സ്ട്രാ പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങളൊരു കസ്റ്റമർക്ക് അയച്ചു. കസ്റ്റമർ അത് വാങ്ങാൻ തയ്യാറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയോ കസ്റ്റമർ ആ എക്സാക്ട്ലി എമൗണ്ട് ഇടുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് wholesalerkart അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വിത്തിൻ 2 or 3 ഡേയ്സ് കൊറിയർ സർവീസ് എത്തുന്നു. ഇതാണ് കോൺസെപ്റ്റ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സൂപ്പർ സിസ്റ്റമാണ് wholesalerkart. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് wholesalerkart എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തൊരു മെമ്പർ ആവാൻ പറ്റും. വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനകത്തുള്ള റീസെല്ലിംഗ് പ്രൈസ് കാണിക്കുക. എല്ലാ ആൾക്കാർക്കും ഇത് കാണിക്കില്ല. സാധാരണ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. നിങ്ങൾ ഇതിനകത്തൊരു മെമ്പർ ആവണം. മെമ്പർ ആവണമെങ്കിൽ ഇതിനകത്തൊരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റും ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ്. 590 റുപ്പീസാണ് ഇതിനകത്തുള്ള ഒരു മെമ്പർഷിപ്പ് ചാർജ്. ആ മെമ്പർഷിപ്പ് ചാർജ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്കൊക്കെ അപ്ലോഡ് ചെയ്തു, നിങ്ങളുടെ ലൊക്കേഷനൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിനകത്തൊരു മെമ്പർ ആവും. അത് മെമ്പർ ആയതിനു ശേഷമുള്ള UI ആണ് ഈ കാണുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് അതിൻ്റെ UI ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹോൾസെയിലർ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് wholesalerkart ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത ശേഷം ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകും. നെക്സ്റ്റ് പേജിലേക്ക് ചോദിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓണായിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നെക്സ്റ്റ് ടൈം ആപ്പ് ലോഗൗട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് വേണം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞാനൊരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 തന്നെ അപ്ഡേറ്റ് ഓപ്ഷൻസിലേക്ക് പോകും. അപ്ഡേറ്റ് ഓപ്ഷൻ വെച്ചാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വെദർ മെയിൽ ഓർ ഫീമെയിൽ, അതേപോലെ തന്നെ ഫേമിൻ്റെ പേര്, നിങ്ങളുടെ ലൊക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറിൻ്റെ നമ്പർ കൊടുക്കണം, ഫ്രണ്ട് ബാക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷൻസും കൊടുക്കാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ റീസെല്ലേഴ്സ് ആൾക്കാർക്കും വേണ്ടി മാത്രമുള്ള നമ്മുടെ ഹോൾസെയിലർ കാർട്ടിൻ്റെ പേജിലെത്തും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ് ഓഫ് ബാഗ്സുകൾ കാണുന്നുണ്ട്. വിത്ത് അതിൻ്റെ റീറ്റെയിൽ റേറ്റ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ബ്രാൻഡുകളുണ്ട്. നമുക്ക് ഇവിടെ ബ്രാൻഡുകളുടെ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഓഫറായിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ ഓഫർ നോക്കി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അണ്ടർ 399, 499 അങ്ങനത്തെയുള്ള ഓപ്ഷൻസിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഓരോ ബാഗിൻ്റെയും പിക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഒറിജിനൽ എന്താണോ ആ ബാഗ് കസ്റ്റമറിന് കിട്ടാൻ പോകുന്നത്, ആ ബാഗിൻ്റെ ഫുൾ പിക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ പിക്ചർ കൊടുക്കാൻ അത്രയും പാകത്തിൽ എല്ലാ ബാഗിൻ്റെയും ഫോട്ടോസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഡയാന കോറിൻ്റെ ബാഗ് എടുത്തിട്ടുണ്ട്. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റലോഗ് ക്രിയേഷനാണ് നോക്കുന്നത്. കാറ്റലോഗ് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഇവിടെ 1000+ പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾക്ക് ഒരു ദിവസം 25 പ്രൊഡക്റ്റുകൾ കാറ്റലോഗിൽ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയിൽ പോവുക, അതിനകത്തുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ ആഡ് ടു കാറ്റലോഗ് ക്ലിക്ക് ചെയ്യാം. ആഡ് ടു കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഓൺ കാറ്റലോഗ്, നമ്മുടെ ഓൺ വെബ്സൈറ്റിലേക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഓഫ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പം ഒലി കാറ്റഗറീസ് എടുത്തു, അതിനുശേഷം വേറൊരു കാറ്റഗറിയിൽ പോയി. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാറ്റഗറി ഏതാണെന്ന്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ആഡ് ടു കാറ്റലോഗ് കൊടുത്തു. ആഡ് ടു കാറ്റലോഗ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആഡ് ടു കാറ്റലോഗ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറിയിലും പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ടു കാറ്റലോഗ് കൊടുക്കാം. അപ്പം ഇവിടെ ഓരോന്നിൻ്റെയും പിക്ചേഴ്സ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ ഓരോ കാറ്റഗറീസ് ഉണ്ട് വന്നില്ല, ആ കാറ്റഗറീസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ എടുക്കാം. ഇപ്പം ഞാനിപ്പം ഓഫീസ് ബാഗ് എടുത്തു. ഓഫീസ് ബാഗിൽ തന്നെ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയുണ്ട് സാധനം നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും മൂവ്മെൻറ്റുള്ള ഏത് പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റിൻ്റെ ബാഗ് എടുത്തതിന് ശേഷം ഞാൻ ആഡ് ടു കാറ്റലോഗ് വീണ്ടും അത് കൊടുത്തു. അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാറ്റലോഗ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഹോൾസെയിൽ കാർട്ടിൻ്റെ ഹോം പേജിൽ സൈഡിൽ പോയിട്ട് നമുക്ക് കാറ്റലോഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലോഗ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റലോഗ് ഉണ്ട്. ഇനി ഈ കാറ്റലോഗിലുള്ള പ്രൈസ് ഇപ്പോൾ കറൻ്റ് ഉള്ള റീറ്റെയിൽ പ്രൈസാണ്. ഇത് നമുക്ക് റീറ്റെയിൽ അവർ തരുന്ന പ്രൈസാണ്. ആ പ്രൈസിലല്ലോ നമ്മൾ കൊടുക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ആ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. ആ എഡിറ്റ് ബട്ടണിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൈസ് SRP പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ് 1300 രൂപയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1700 രൂപക്കാണ് അത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഡയറക്റ്റായിട്ട് ആ എമൗണ്ട് എഴുതാം. അവരെത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിനെക്കാട്ടിയും ഒരു 300, 400, 500 ഒക്കെ കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രോഫിറ്റ് അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് എന്ത് സംഭവിക്കും, ഡയറക്റ്റായിട്ട് കസ്റ്റമർക്ക്, കമ്പനിക്ക് നമ്മൾ പേ ചെയ്യേണ്ടത് അതും കസ്റ്റമർ കാണുന്ന എമൗണ്ട് ഈ ഒരു സംഭവമായിരിക്കും എന്നുള്ളതാണ് ഇതിങ്ങനെ വരിക. നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് വെച്ചിട്ടുള്ള കാർട്ടിൽ എല്ലാ എമൗണ്ടുകളും എഡിറ്റ് ചെയ്തു, അതിൻ്റെ ക്വാണ്ടിറ്റി എഡിറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻഷുർ ചെയ്യുക. അതിനുശേഷം വേണം എന്ത് ചെയ്യുക, നിങ്ങളുടെ കാറ്റലോഗ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാറ്റലോഗാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമറിലേക്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത്. ഈ ഷെയർ ചെയ്ത സാധനങ്ങൾ കണ്ടിട്ട് കസ്റ്റമർ പറയുകയാണ് എനിക്ക് ഈ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ആ സാധനത്തിന് ഓർഡർ കൊടുക്കുകയും കസ്റ്റമറുടെ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ഈ പ്രൊഡക്റ്റ് എത്തുകയും ചെയ്യും. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്. ഇനി കസ്റ്റമർ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ കാർട്ടിൻ്റെ പേജിൽ തന്നെ ഒരു സൈഡ് ബാറിൽ നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള സംഭവങ്ങൾ, ചാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആപ്പിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ കണ്ടു, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി, എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് എത്തുന്നത് മനസ്സിലായി. ഇപ്പോൾ നിങ്ങളൊരു റീസെല്ലിംഗ് മെമ്പറാണ്. റീസെല്ലിംഗ് മെമ്പർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുകളും പല കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ. ഹാൻഡ് ബാഗ് ഉണ്ട്, അതേപോലെ തന്നെ ഷോൾഡർ ബാഗ് ഉണ്ട്, ലൈക്ക് ക്രോസ് ബാഗ് ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം 25 പ്രൊഡക്റ്റ് വരെ, അപ് ടു 25K പ്രൊഡക്റ്റ് വരെ കാറ്റലോഗ് ഉണ്ടാക്കാം. അതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിനുശേഷം ഓർഡർ എടുക്കാം, ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആപ്പിൽ തന്നെ
ചാറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഇവർ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കറൻ്റ്ലി ബാഗ്സ് മാത്രമാണ് ഉള്ളത്. ഇനി ഹോം യൂട്ടിലിറ്റി ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഹോൾസെയിൽ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വില കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെമ്പർ ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈം ഇതുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹോൾസെയിൽ കാർട്ട് ഈസ് ലൈക്ക് ഞാൻ അവതരിപ്പിച്ചതിൽ ലൈക്ക് വൺ ഓഫ് ദ വെരി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ആപ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ ഒരു സിസ്റ്റം, അതായത് ഒരു ഹോൾസെയിലർ കിട്ടി, നല്ല പ്രൊഡക്റ്റുകൾ ഇനി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു വെബ്സൈറ്റും കൂടെ കിട്ടുകയാണ്. വെറും 599 രൂപക്കാണ് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ ഒരു നിങ്ങളുടെ മെമ്പർഷിപ്പ് പ്ലാൻ ഉണ്ടാവുക. എവറി ഇയർ യു ഹാവ് ടു റിന്യൂ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.